സംരക്ഷണ ദിനമാണ്. നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും വിസ്തീർണമുള്ള കുളമാണ് 2.25 ഏക്കർ വിസ്തീർണമുള്ള പെരുങ്കുളം. പെരുങ്കുളത്തിന്റെ കരയിൽ അത്യപൂർവ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെയുള്ള വൃക്ഷത്തൈകൾ വച്ചു പിടിപ്പിച്ചുകൊണ്ടാണ് പരിസ്ഥിതി സംരക്ഷണ ദിനത്തിന് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റ് അവരുടെ നഴ്സറിയിൽ തയ്യാറാക്കിയതാണ് റെഡ് ഡാറ്റ ബുക്കിൽപ്പെട്ട അപൂർവ ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും. അതാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ HOD ഡോക്ടർ പ്രിയ ടീച്ചറിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും പലയഞ്ചേരി മാധവകവി കോളേജിലെ വിദ്യാർത്ഥിനികളും നെല്ലിക്കാട് മദർ തെരേസ കോളേജിലെ വിദ്യാർത്ഥികളുമാണ് ഈ പദ്ധതിയിൽ പങ്കാളികളാവുന്നത്. ഈ കുളത്തിന്റെ ചുറ്റും ഔഷധ വൃക്ഷ തൈകൾ വച്ചു പിടിപ്പിച്ച് അതിന്റെ വളർച്ച കൃത്യമായി നിരീക്ഷിച്ച് പരിപാലിച്ച് ഇത് ഒരു മാതൃക കുളവും കുളക്കരയുമാക്കി മാറ്റാനുള്ള പദ്ധതിയാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. കാട്ടാക്കട മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വേരറ്റ് പോകാതെ വേരുകൾ എന്ന പദ്ധതി, ആ പദ്ധതിയുടെ ഭാഗം കൂടിയാണ് ഇന്നത്തെ ഈ പരിസ്ഥിതി സംരക്ഷണ ദിനം. വിദ്യാർത്ഥിനികൾ വളരെ ആവേശത്തോടെയാണ് മലയഞ്ചേരിയിൽ നിന്ന് കാൽനടയായി സഞ്ചരിച്ചാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത്. ഈ നാട്ടിൻപുറത്ത് കർഷക തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അമ്മമാരും മുതിർന്ന പൗരന്മാരും എല്ലാം ഈ പരിപാടിയിൽ പങ്കാളികളായി. വളരെ അർത്ഥമുള്ള പ്രാധാന്യമുള്ള ഈ നാട് തലമുറ വ്യത്യാസമില്ലാതെ ഏറ്റെടുത്ത ഒരു ചടങ്ങായി, ഒരു പദ്ധതിയായി ഈ പരിപാടി മാറുകയുണ്ടായി. ഇതിൽ പങ്കാളികളായ എല്ലാവരെയും, പ്രത്യേകിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനെ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുന്നു.